ഹലോ എവരി വൺ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹലോ കിറ്റിയുടെ തീം കേക്കുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് കേക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ 1 kg ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് എടുത്തിട്ടുള്ളത്. കേക്ക് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, കാരണം വീഡിയോ ലെങ്ത്ത് കൂടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഉടനെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്ക് കേക്കിനെ ഒന്ന് മുറിച്ചെടുക്കണം. 3 ലെയറായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് കേക്ക് ആയത് കാരണം ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടുള്ള ഐസിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷയും കൂടെ ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ക്രീമിനെ 2 പാർട്ടായി മാറ്റുന്നുണ്ട്. ഒന്നിൽ നമുക്ക് കളർ ആഡ് ചെയ്ത് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷയും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ടേൺ ടേബിളിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ചിട്ട് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായി വെറ്റ് ചെയ്യുന്നുണ്ട്. ഷുഗർ സിറപ്പിൽ കുറച്ച് കോഫി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു ഫ്ലേവർ കിട്ടും. അതിനുശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫസ്റ്റ് ലെയറിൻ്റെ മേലെ ക്രീം അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഇനി ക്രീമിൻ്റെ മുകളിലോട്ട് കുറച്ച് നട്ട്സ് പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഡ്രൈ ചെറിയും ചോക്കോ ചിപ്സും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ തന്നെ 3 ലെയറും വെച്ച് കൊടുക്കാം. ഇനി കേക്ക് മുഴുവനായി ഐസിങ് ചെയ്തെടുക്കാം. ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് ഹലോ കിറ്റീനെ വരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പിക്ചർ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഞാനൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടൂത്ത് പീക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ വരച്ചെടുത്തിട്ടുള്ളത്. അടുത്തതായി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഹലോ കിറ്റിയുടെ ഔട്ട്ലൈന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഹലോ കിറ്റിയുടെ ബോ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗണാഷ് ആയത് കാരണം സ്പ്രെഡ് ആവുന്നുള്ള പേടിയൊന്നുമില്ലാതെ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഗണാഷ് വെച്ചിട്ട് തന്നെ നമുക്ക് ഐസും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായി നേരത്തെ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് 3 ഡ്രോപ്സ് റെഡ് ജെൽ കളർ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഓപ്പൺ സ്റ്റാർ നോസിലിട്ട് കൊടുത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം കിറ്റിയുടെ ബോ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഹലോ കിറ്റിയുടെ ഇയറും ഫേസും ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഓപ്പൺ സ്റ്റാർ ടിപ്പ് നോസിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് പതുക്കെ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്താൽ മതി.
അങ്ങനെ ഇപ്പോൾ ഇവിടെ കിറ്റിയുടെ ഫേസൊക്കെ നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. നേരത്തെ ഞാൻ കിറ്റിയുടെ ബൗ ഫില്ല് ചെയ്യാനെടുത്ത അതേ ക്രീം വെച്ച് സൈഡ്സിലൊക്കെ ഓരോ ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ താഴെ ഒരു ബോർഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിപ്പിംഗ് ക്രീമിലേക്ക് 1 ഡ്രോപ്പ് യെല്ലോ ജെൽ കളർ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കിറ്റിയുടെ മൗത്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കേക്കിൻ്റെ സൈഡിലും ചെറിയൊരു ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് മുഴുവനായി ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് 1 ഡ്രോപ്പ് റെഡ് ജെൽ കളർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിങ്ക് കളർ കിട്ടും. അങ്ങനെ അത് പൈപ്പിംഗ് ബാഗിലേക്കാക്കി കേക്ക് ഫുള്ളായി കവർ ചെയ്തെടുക്കാം. ഇനി സൈഡ്സൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഡിസൈൻസൊക്കെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്യുക. ഇപ്പം ഞാനിവിടെ കേക്ക് മുഴുവനായി ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതൊരു കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള ഓർഡർ കേക്കാണ്. അപ്പം ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ലെറ്റേഴ്സ് ആക്കിയിട്ട് പേര് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്